സർ, കഴിഞ്ഞ അധ്യായത്തിൽ താങ്കൾ പറഞ്ഞു ധനലക്ഷ്മി ബാങ്കിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ധനലക്ഷ്മി ബാങ്ക് ആണ് ശബരിമലയിലെ എല്ലാ അഴിമതികളുടെയും ചുക്കാൻ പിടിക്കുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് എല്ലാ അഴിമതികളും നടക്കുന്നതെന്ന് പറഞ്ഞു. എന്താ അങ്ങനെ പറയാൻ കാര്യം? ഇത് തമിഴിലൊരു ചൊല്ലുണ്ട്, പൊരുളിരിക്കണോ എന്ന് പറയാം. അതായത് ശബരിമലയുടെ പൊരുൾ എന്ന് പറഞ്ഞാൽ അതായത് പൈസ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ പൊരുളിരിക്കുന്നത് ധനലക്ഷ്മി ബാങ്കിലാണ്. അപ്പോൾ കാലാകാലങ്ങളായിട്ട് ധനലക്ഷ്മി ബാങ്കാണ് ഇതിൻ്റെ മൊത്തം കണക്ക്, അതായത് നമ്മൾ എത്ര പൈസ അവിടെ ഇട്ടുവെന്നും എത്ര കിട്ടിയെന്നും എണ്ണി ഗവൺമെൻറ്റിന് കണക്ക് കൊടുക്കുന്നത് ഇദ്ദേഹമാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസത്തിൽ തന്നെ നമ്മൾ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തിരുപ്പതിയിൽ നിന്ന്. 146 കോടി രൂപയാണ് അയാളുടെ അസറ്റ്. 146 കോടി രൂപ. അപ്പോൾ ഇത് ഭഗവാൻ ഇടുന്ന പൈസ ആരും കണക്കില്ലാതെയാണ് ഇടുന്നത്. കൊണ്ടുവന്ന് നോട്ട് കെട്ടാണ് എറിയുന്നത്. അത് എത്ര കെട്ട് എവിടെ കിട്ടിയെന്ന് അവർ പറഞ്ഞാണ് കണക്ക്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരള ഗവൺമെൻറ്റിന് ഓഹരിയുള്ള 4 ബാങ്കുകൾ കേരളത്തിലുണ്ട്, പൊതുമേഖലാ ബാങ്കുകൾ. ശരി. ഒന്ന് SBT നിന്ന് ലയിച്ചിട്ട് SBIക്ക് കേരള ഗവൺമെൻറ്റിന് ഷെയറുണ്ട്. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ മുഴുവൻ ഷെയറും കേരള സർക്കാരിൻ്റെ കയ്യിലാണ്. റെപ്കോ ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ടൊരു ബാങ്കുണ്ട്, അതിനകത്ത് കേരള ഗവൺമെൻറ്റിന് ഷെയറുള്ള ഒരു ബാങ്കാണ്, റിപ്പാട്രിയേഷൻ ബാങ്ക് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കേരള ഗ്രാമീൺ ബാങ്കുണ്ട്, അതും ഒരു ഷെഡ്യൂൾഡ് ബാങ്കാണ്. ഈ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്കൊന്നുമില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ധനലക്ഷ്മി ബാങ്കിനുണ്ടത് എന്ന് ഗവൺമെൻറ് ഭക്തജനങ്ങളോട് വിശദീകരിക്കേണ്ട ഒരു അവസരം വരും. ഒരു പ്രൈവറ്റ് ബാങ്കാണ്, ഷെഡ്യൂൾഡ് ബാങ്കാണ്. പക്ഷേ ഗവൺമെൻറ്റിന് ഓഹരിയുള്ള ബാങ്കുകൾ കേരളത്തിൽ, ഇത്രയും ബ്രാഞ്ചുള്ള ബാങ്കുകൾ, ആസ്തിയുള്ള ബാങ്കുകൾ കേരളത്തിലുള്ളപ്പോഴത്തേക്ക് ഇതൊരു പ്രൈവറ്റ് ബാങ്കിനെ എന്തുകൊണ്ട് ഏൽപ്പിക്കുന്നു? എന്തെങ്കിലും ഒരു പ്രിഫറൻസ് ഉണ്ടോ? ഇപ്പോൾ നമ്മുടെ അവിടെ ശബരിമലയിൽ ഒരു സ്റ്റാൾ ഇടണമെങ്കിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണമെന്നുള്ള സ്ഥിതിക്ക് ശബരിമലയുടെ മൊത്തം വരുമാനം ഒരു ലാഭവും ദേവസ്വം ബോർഡിനില്ലാതെ ഇത് ധനലക്ഷ്മി ബാങ്കിനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ കാര്യം ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ഇത്രയും ദിവസം എന്നുള്ള വരുമാനം തന്നെ 210 കോടി രൂപയായി. വർഷങ്ങളായിട്ട് തുടങ്ങിയാണ്. ഇതിനകത്ത് പതിറ്റാണ്ടുകളായി ഇതിനകത്ത് ഒരു ദുരൂഹമായിട്ടുള്ളൊരു കാര്യം, പല ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരുടെ മക്കളാണ് ആ ബാങ്കിലെ ഉദ്യോഗസ്ഥരെന്നാണ്. മാത്രമല്ല ഈ ധനലക്ഷ്മി ബാങ്ക് പലർക്കും കൊടുത്തിട്ടുള്ള മതിയായ ഈടില്ലാത്ത വായ്പകളുണ്ട്. എനിക്ക് തോന്നുന്ന മുഖ്യമന്ത്രിയുടെ മകൾക്ക് തന്നെ ലോൺ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ധനലക്ഷ്മി ബാങ്ക്. അങ്ങനെ പലർക്കും ബാങ്ക് ലോൺ കൊടുക്കാൻ പല ഉന്നതരും വിരമിക്കുന്നതിന്റെ പിറ്റേ ദിവസം അവിടുത്തെ ബോർഡംഗമാവുകയോ അല്ല, ബോർഡംഗം വിരമിച്ചിട്ടാവുന്ന കുഴപ്പമില്ല. മക്കൾക്ക് ജോലി കൊടുക്കുന്ന വെച്ചാൽ ലക്ഷങ്ങൾ വാങ്ങിയിട്ടാണ് ആ സാധാരണ അവർ കൊടുക്കുന്ന ജോലി ഇവർക്ക് ഒരു ഇതില്ലാതെ കൊടുക്കണം. അപ്പോൾ അവർക്ക് അതിൻ്റെ പുറത്തൊരു ബെനിഫിറ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. കേരളത്തിൽ തന്നെ പല ആശ്രമങ്ങൾ, പല സമുദായത്തിൻ്റെ നേതാക്കൾ, അവരുടെയൊക്കെ അക്കൗണ്ടുകളെല്ലാം. അപ്പോൾ ഈ ഒരു കള്ളപ്പണത്തിൻ്റെ കേന്ദ്രമായിട്ട് ധനലക്ഷ്മി ബാങ്ക് കേരളത്തിൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് അവർ തന്നെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരോ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് അവരെ ഭീഷണിപ്പെടുത്തി, ഞങ്ങൾ പൈസ തന്നില്ലെങ്കിൽ വീഡിയോ ഇട്ടുകളെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് അവരൊരു ആരോപണമൊക്കെ കൊണ്ടുവന്നു. അത് അവരുടെ തന്നെ ചെയ്തികൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം. ഇപ്പോൾ ന്യൂ മീഡിയയിൽ പലരും ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവും. പക്ഷേ ഇത് ഭക്തജനങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് ഒരു വ്യക്തമായിട്ടൊരു ഉത്തരം പറയേണ്ടത് ധനലക്ഷ്മി ബാങ്കല്ല, ഭരിക്കുന്ന സർക്കാരുകളാണ്. ഇതുവരെയും ഭരിച്ചിരുന്ന എല്ലാ സർക്കാരുകളും. അതിനകത്ത് സതീശനും അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറാൻ പറ്റത്തില്ല, രമേശ് ചെന്നിത്തലയ്ക്ക് മാറാൻ പറ്റത്തില്ല, ദേവസ്വം ബോർഡ് ഭരിച്ച ആർക്കും ഇതിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. ഇപ്പോൾ എന്തുകൊണ്ട് ധനലക്ഷ്മി ബാങ്കിലേക്ക് എത്തി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ശബരിമല ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ അക്കൗണ്ട് ധനലക്ഷ്മി ബാങ്കിൽ എത്തി എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. കേസ് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ശബരിമലയുടെ നടവരവ് അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വരുമാനം മുഴുവൻ ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ഇനി അവിടെ വേണ്ട എന്നൊരു തീരുമാനം ഹൈക്കോടതി എടുത്തു കഴിഞ്ഞാൽ ഈ അഴിമതിയെല്ലാം അവസാനിക്കും. തീർച്ചയായിട്ടും. കാര്യം അങ്ങനെ ഇപ്പോൾ ഒരു പബ്ലിക് സെക്ടർ ബാങ്കാണ്, SBI ആണ് ഈ ജോലി ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള സൂപ്പർവിഷൻ കേന്ദ്ര ഗവൺമെൻറ്റാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഡയറക്ടർമാർ അതിൻ്റെ ബോർഡിലുണ്ട്. കേരള ഗ്രാമീൺ ബാങ്ക് 100% കേരള ഗവൺമെൻറ്റിന് ഓഹരി ഉള്ള ഒരു ബാങ്കാണ്. അതിൻ്റെ സിൻഡിക്കേറ്റ് ബാങ്കും ബാക്കി എല്ലാവരും കൂടെ ഉണ്ട്. എന്തായാലും കേരള ഗവൺമെൻറ് അല്ല, ഈ കേരള ഗ്രാമീൺ ബാങ്ക്, കേരള ബാങ്ക് പൂർണ്ണമായിട്ട് സംസ്ഥാനത്തെ കീഴിലാണ്. കേരള ഗ്രാമീൺ ബാങ്ക് സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ ഓഹരിയുള്ള ഒരു ബാങ്കാണ്. അതേപോലെ റെപ്കോ ബാങ്കിനും കേരള ഗവൺമെൻറ് ഓഹരിയുണ്ട്. റിപ്പാട്രിയേഷന് വേണ്ടിയിട്ടുള്ളൊരു ബാങ്കാണ്. ശരി. ഇപ്പോൾ ഈ ബാങ്കുകളൊക്കെ ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് നമ്മൾ വേറൊരു ബാങ്കിനെ നമ്മൾ ആശ്രയിക്കുന്നു എന്നുള്ളത് ഒരു ദുരൂഹമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഇതിനു മുൻപ് നമ്മൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ വിജിലൻസ് ഓഫീസർ ഇവിടെ വന്ന് ഇതേ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു ആക്ഷേപമായിട്ട് തന്നെ ഉന്നയിക്കുകയുണ്ടായി.
ധനലക്ഷ്മി ബാങ്കിലെ ഉദ്യോഗസ്ഥർ പലരും അതിനകത്ത് നിന്ന് കാണിക്ക അടിച്ച് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ചില നീക്കങ്ങൾ നടത്തിയത് ദുരൂഹമായി അദ്ദേഹത്തിന് തോന്നുകയും അദ്ദേഹം ചോദ്യം ചെയ്യുകയും ധനലക്ഷ്മി ബാങ്കിന്റെ ഉദ്യോഗസ്ഥർക്ക് പോലും ഉത്തരം മുട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായ കഥയൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനെ എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും? താങ്കളുടെ ഒരു തോന്നൽ മാത്രമല്ലേ? അല്ല, സ്വർണ്ണപ്പാളി കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആകസ്മികമായി പുറത്തു വന്ന ഒരു കാര്യമാണ്. ആഗോള അയ്യപ്പ സംഗമം ശ്രീ പിണറായി വിജയൻ നടത്തിയോണ്ട് മാത്രം പുറത്തു വന്ന ഒരു സാധനമാണ്. ഇതുപോലെ ഇനി എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നിന്ന് പുറത്തു വരാൻ കിടക്കുന്നു എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാലേ അറിയാൻ പറ്റും. ശരി, ധനലക്ഷ്മി ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് തിരിമറികൾ എന്ന് പറയുന്നത് എന്താണ്? ഇത് വളരെ താങ്കൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ തിരിമറികൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഇപ്പം നമ്മളെ വിജിലൻസ് ആക്ട് പ്രകാരം നമുക്ക് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അനധികൃതമായിട്ട് ഒരു സേവനമോ അല്ലെങ്കിൽ പണമോ അല്ലെങ്കിൽ ഒരു സാധനമോ അല്ലെങ്കിൽ ഒരു സമ്മാനമോ സ്വീകരിക്കുന്നത് കുറ്റകരമാണ്. അതിൻ്റെ അർത്ഥം ഒന്നുമില്ലാതെ ഒരാൾ ഒരു സമ്മാനം നമുക്ക് കൊണ്ട് തരത്തില്ല. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഇതിനേക്കാളും കൂടുതലൊരു സാധനം അവരെടുത്തിരിക്കും. അപ്പം ഞാൻ ആദ്യം ചോദിച്ചത്, ദേവസ്വം ബോർഡിന് ഒരു ലാഭവും ഇല്ലാതെ ധനലക്ഷ്മി ബാങ്കിന് ഒരു കെട്ടിടവും കൊടുത്ത് അവരെ ഇത് മുഴുവൻ എണ്ണായി ഏൽപ്പിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഇപ്പം തിരുമല അമ്പലത്തിലൊക്കെ എന്ന് വെച്ചാൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം അവർ ബാങ്കിൽ വെച്ചിട്ട് ബാങ്ക് ഓരോ വർഷവും പൈസ ഇങ്ങോട്ട് കൊടുക്കുകയാണ് ദേവസ്വം ബോർഡിന്. 10-70 കോടി രൂപ ഓരോ വർഷം ദേവസ്വം ബോർഡിന് ബാങ്ക് കൊടുക്കുകയാണ്. അവർ ഈ സ്വർണം സൂക്ഷിക്കുന്നതിന്, ഇവരുടെ സ്വർണം സൂക്ഷിക്കുന്നതിന് പകരം നമ്മൾ ലോക്കറി സൂക്ഷിക്കുമ്പോഴേ നമ്മൾ പൈസ അങ്ങോട്ടാണല്ലോ കൊടുക്കുന്നത്. പക്ഷേ ഇവരുടെ ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഇത്രയും സ്വർണം സൂക്ഷിക്കുന്നതിന് ബാങ്ക് ഒരു തുക അങ്ങോട്ട് കൊടുക്കുക, അമ്പലത്തിന് കൊടുക്കുകയാണ്. പക്ഷേ ഈ ശബരിമലയുടെ കാര്യത്തിൽ ഞാൻ കേട്ടിട്ടുള്ളത്, എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, ധനലക്ഷ്മി ബാങ്കിലെ ജീവനക്കാർ മണ്ഡലകാലത്തൊക്കെ ഈ അപ്പോൾ അരവണ കൗണ്ടറിൽ പോലും ധനലക്ഷ്മി ബാങ്കിന്റെ സ്റ്റാഫുകൾ പലയിടങ്ങളിലും ധനലക്ഷ്മിയുടെ ടാഗ് ഇട്ടിട്ട്, അപ്പോൾ സാധാരണ ഒരു നാഷണലിസ്റ്റ് ചിലപ്പോൾ അതൊരു ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സേവനമായിരിക്കാം. ഒരു പക്ഷേ ദേവസ്വം ബോർഡിന്റെ ഒരു ഉദ്യോഗസ്ഥനെ അവിടെ കൊണ്ടിരുത്തി അദ്ദേഹത്തെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നതിന് വരെ ബാങ്കിന്റെ തന്നെ ഒരാൾ നേരിട്ട് അവിടെ ഇരുന്ന് അതെല്ലാം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു സഹായമായി അവർ കണ്ടാൽ അതിന് തെറ്റു പറയാൻ സാധിക്കും? അല്ല, ഇതൊരു സഹായമല്ലല്ലോ. ദേവസ്വം ബോർഡിന് ഇതൊരു മൊണോപ്പോളി എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരാളെ ഏൽപ്പിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എന്താ സൂപ്പർവിഷൻ ഉള്ളത്? ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ, ധനലക്ഷ്മി ബാങ്ക് അവിടെ എന്താണ് ചെയ്യുന്നത്, ആരാണ് ഇത് ഓവർസീ ചെയ്യുന്നത്? ആരുമില്ല. അതിൻ്റെ അർത്ഥം തന്നെ ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ SBIയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് അവിടെ ഉണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥ തലത്തിൽ അഴിമതികളോ ക്രമക്കേടുകളോ ഒക്കെ വേണമെങ്കിൽ അവിടെ നടക്കാം. പക്ഷേ അത് തടയാൻ എന്ത് ചെയ്യാം? പക്ഷേ അത് നമ്മൾ വിജിലൻസ് ശക്തിപ്പെടുത്തിയാലേ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ധനലക്ഷ്മി ബാങ്കിന്റെ ഉദ്യോഗസ്ഥന്മാർ നേരത്തെ ഇദ്ദേഹം പറഞ്ഞ മാതിരി അവർക്ക് വിജിലൻസിന്റെ പുറത്ത് അവർക്കൊരു കൺട്രോൾ ഇല്ല. വിജിലൻസിന് ഇവരുടെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ പുറത്തൊരു കൺട്രോൾ ഇല്ല. അവർ വിചാരിക്കുന്ന ബാങ്ക് എന്നുള്ള രീതിയിൽ അവർക്കൊരു ഒരു ഇമ്മ്യൂണിറ്റി അവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിന് കൃത്യമായിട്ട് ഇപ്പം ഇത് പറയാൻ ഞാൻ കാരണം, പൂർണ്ണമായിട്ടും ഡിജിറ്റലായിട്ട് പോകുന്നതാണ് ശബരിമലയുടെ പെട്രോൾ പമ്പ് നിലയ്ക്കുള്ളത്. 5 വർഷമായിട്ട് അത് ഓഡിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ധനലക്ഷ്മി ബാങ്കിൻ്റെ അക്കൗണ്ട് എപ്പോഴെങ്കിലും ഓഡിറ്റ് ചെയ്തിട്ടുണ്ടോ? ആരാ ഇത് നോക്കുന്നത്? ഇവർ ആരടുത്ത് ആൻസറബിൾ ആയിട്ടുള്ളത്? ഈ ദേവസ്വം ബോർഡിൻ്റെ, ഈ കള്ളം വാസുവിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ അടുത്താണ് ഇവർ ആൻസർ ചെയ്യുന്നത്. കോടികളാണ് വരുന്നത്, കോടികൾ. അപ്പോൾ ഇത്രയും പൈസ ഹാൻഡിൽ ചെയ്യാനുള്ള എനിക്ക് തോന്നുന്നു അവരുടെ മൊത്തം മൂലധനത്തെക്കാളും കൂടുതൽ പൈസ ശബരിമലയിൽ നിന്ന് മാത്രം വരുന്നുണ്ടെന്നാണ് എനിക്ക് ഞാൻ അറിഞ്ഞത്. ധനലക്ഷ്മി ബാങ്കിന്റെ നിലനിൽപ്പിന് ശബരിമലയാണെന്നാണ്. അതെ. അപ്പോൾ ഇത് പല നേതാക്കൾക്കും പല സൗജന്യങ്ങളും നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ബാങ്കും ഈ ഒരു സെറ്റപ്പ് ആക്കി വെച്ചേക്കുന്നത്. ഇപ്പോൾ സ്വർണ്ണപ്പാളി അന്വേഷണമാണ് നടക്കുന്നത്. ശബരിമലയോ അല്ലെങ്കിൽ അവിടുത്തെ നടവരവോ അവിടെ ധനലക്ഷ്മി ബാങ്കിന്റെ ഇൻവോൾവ്മെന്റോ അവിടെ എന്തെങ്കിലും തിരിമറികൾ നടക്കുന്നുണ്ടോ അത്തരം കാര്യങ്ങളൊന്നും അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യമില്ല. അന്വേഷണ പരിധിയിൽ ഉള്ള കാര്യം പോലും നേരെ അന്വേഷിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. അപ്പോൾ ഈ സ്ഥിതിക്ക് ധനലക്ഷ്മി ബാങ്കുമായി ബന്ധപ്പെട്ട് താങ്കൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ അത് ആക്ഷേപങ്ങളായി തന്നെ നിൽക്കുന്നു. അത് ഒരുപക്ഷെ ശരിയായിരിക്കാം, ഇല്ലായിരിക്കും, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, ഒരു സേ പറയുന്നില്ല. പക്ഷേ അതിലേക്ക് അന്വേഷണം നീളണമെങ്കിൽ എന്ത് ചെയ്യും? ഈ സ്വർണ്ണപ്പാളി ധനലക്ഷ്മി ബാങ്കിലേക്ക് സ്വാഭാവികമായും പോകേണ്ട കാര്യമില്ല, എത്തിക്കാൻ എന്താ വഴി? അത് ഈ ശബരിമലയിലെ ദേവസ്വം ബെഞ്ചുണ്ട്. ദേവസ്വം ബെഞ്ചിൽ ആർക്ക് വേണമെങ്കിലും ഏത് ഭക്തന് വേണമെങ്കിലും ഒരു കത്ത് എഴുതി കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് ഈ വിവരങ്ങളെല്ലാം വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ഒരു അന്വേഷണം പ്രഖ്യാപിക്കാന്നുള്ളൂ. അല്ലെങ്കിൽ ഈ അന്വേഷണത്തിന്റെ കൂടെ തന്നെ ക്ലബ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഉത്തരവിടാൻ സാധിക്കും. കാര്യം അവിടെ ഇടപാട് തീരും. ഹൈക്കോടതി ഈ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ, വാട്ട് ഈസ് ദെയർ, അവരുടെ മെരിറ്റ് എന്താണ്, ധനലക്ഷ്മി ബാങ്കിന്റെ മെരിറ്റ് എന്താണ്? ഇപ്പൊ നമ്മളൊരു കാൻഡിഡേറ്റ് നമ്മളൊരു ജോലിക്ക് 5 പേര് വന്നു നമ്മുടെ അടുത്ത് ഇന്റർവ്യൂ ചെയ്യുന്നു. 5 പേരിൽ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നു. തീർച്ചയായിട്ടും നമ്മളെ ബോസ് നമ്മുടെ അടുത്ത് 5 പേരിൽ വൈ യു സെലക്ടഡ് ദിസ് പർട്ടിക്കുലർ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ മെരിറ്റ് പറയാൻ ഞാൻ ആൻസറബിൾ ആണല്ലോ. പക്ഷെ മെരിറ്റിന്റെ കാര്യം പറയുമ്പോൾ ഒരു പ്രമുഖ സമുദായ സംഘടനാ നേതാവിന്റെ മരുമകൻ യാതൊരു അടിസ്ഥാന യോഗ്യതയും ഇല്ലാതെ വ്യാജ സർട്ടിഫിക്കറ്റ് കയറി ജോലിക്ക് കയറി ഇപ്പൊ പറഞ്ഞു വിട്ടു. അപ്പോൾ ഇതൊക്കെയാണ് യോഗ്യത. അതാണ് അപ്പൊ ഇവരുടെ ആൻസർ മെരിറ്റ് മാത്രമല്ല, ഇവരുടെ ഷാഡി ഡീൽസിനെ പറ്റിയും കൂടെ അന്വേഷിക്കേണ്ട ഒരു അവസരം വരും. എന്തായാലും ഇതിനകത്ത് ED ഇടപെട്ടിട്ടുണ്ട്. ED ശബരിമലയ്ക്ക് മല കയറിയിട്ടുണ്ട്.
ഇ ഡിക്ക് വേണമെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ കൂടെ അത്, പക്ഷേ ഇ ഡിക്ക് നേരിട്ട് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും ഒരു FIR ഇട്ട് കഴിഞ്ഞാൽ ആ കേസുകൾ അവർക്ക് ഒരു പൊതു താല്പര്യ ഹർജിയോ അങ്ങനെ ഒരു പരാതിയോ എന്തെങ്കിലും വന്നാൽ മതി. ഇല്ല, അങ്ങനെ പറ്റത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു നിലവിലുള്ള കേസിലോ, അല്ലെ ഞാൻ ഈ പറഞ്ഞ സംഭവം അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പൊതു താല്പര്യ ഹർജിയോ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് പരാതിയോ കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു FIR ഇടുന്നു. FIR ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ECIR ഇടാം. നമുക്ക് നോക്കാം, അന്വേഷണം പുരോഗമിക്കുക. ഞാൻ പറയുന്നത് ഈ ഭക്തജനങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ ഇത്തരം കാര്യങ്ങൾ അവരുടെ അപ്രിയേഷൻസ് എല്ലാം കോടതിയെ നേരിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു മുന്നോട്ടുള്ള പോക്ക് നടക്കുകയുള്ളൂ. കാര്യം ഈ കാര്യത്തിൽ ഭരിച്ച 2 മുന്നണികളും, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നടക്കുമ്പോഴത്തേക്ക് 2 മുന്നണികളും മാറി മാറി അധികാരത്തിലിരുന്നിട്ടുണ്ട്. ഇനി വേറെ ഒരു കാര്യം, ഈ ഹിന്ദു റിലീജിയസ് ആക്ട് തന്നെ പല പ്രാവശ്യം അമെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വിഗ്രഹ ആരാധനയിൽ വിശ്വാസമുള്ളവർ മതി എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. അത് ശ്രീ അച്യുതാനന്ദൻ്റെ സമയത്ത് അത് അമെൻഡ് ചെയ്തു. അങ്ങനെയാണ് ഈ ദൃഢപ്രതിജ്ഞ ചെയ്തവരെല്ലാം ചേർന്നിട്ട് ഒരാളെ നമ്മൾ അങ്ങോട്ട് അയക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ അത് വീണ്ടും എടുത്തെടുത്ത് ഇങ്ങനെ മീഡിയ കാണിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ മന്ത്രി രാധാകൃഷ്ണൻ തീർത്ഥം കൊടുക്കുമ്പോഴത്തേക്ക് തീർത്ഥം വാങ്ങിച്ചിട്ട് ഇങ്ങനെ കയ്യിൽ സാനിറ്റൈസ് ചെയ്യാണ്. ഇത്രയും വിശ്വാസമുള്ളവരാണ് അവിടെ ചെന്നിട്ട്. കാരണം എന്നിട്ട് അത് കാണുമ്പോഴത്തേക്ക് മാളികപ്പുറത്തേറിയ മന്നൻ്റെ എന്ന് പറഞ്ഞ മാതിരി പിണറായി ആ അയ്യപ്പ സംഗമത്തിലുള്ള പ്രസംഗം കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെക്കാളും വലിയൊരു ഭക്തൻ ഇനി ജനിക്കാൻ പോകുന്നു എന്ന് വേണം നമ്മൾ വിചാരിക്കും. പക്ഷേ ദേവസ്വം മന്ത്രി അവിടെ ചെന്നിട്ട് കൈകെട്ടി ഇങ്ങനെ നിൽക്കുന്നത്, മിഥുനത്തിൽ ഇന്നസെന്റ് നിൽക്കുന്നത് പോലെ ഇങ്ങനെ കൈകെട്ടി. അല്ലല്ല, അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പന്റെ പടമൊക്കെ വെച്ചിട്ട് അവിടെ നിന്നാണ് പിണറായി പ്രസംഗിച്ചത്. അത് നമ്മൾ കാഷ്വലായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറയാണ്. ഈ കേരളത്തിൽ ദേവസ്വം ബോർഡ് മന്ത്രിമാരായിട്ടിരുന്നവരുടെ എല്ലാവരുടെയും കരിയർ ആ ഒരൊറ്റ സ്ട്രീമിൽ അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരാരും പൊളിറ്റിക്കലി രക്ഷപ്പെട്ടിട്ടില്ല. അയ്യപ്പനെ തൊട്ടവരാരും, അയ്യപ്പൻ്റെ അല്ല, ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബോർഡിന്റെ മന്ത്രിമാരായിട്ടിരുന്നവരാരും രക്ഷപ്പെട്ടിട്ടില്ല. ആകെ ഇതുവരെ കേടില്ലാത്ത നടക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് കടന്നപ്പള്ളി രാമേന്ദ്രനാണ്. പിന്നെ പുള്ളിക്കാരനെ സംബന്ധിച്ചുള്ള പുള്ളിക്കാരനല്ല ഒപ്പിടുന്നത്, പേന അവിടെ കൊടുത്തൊക്കെയാണ്. അതുകൊണ്ട് അല്ല, പെൻസിലിട്ട് മാർക്ക് ചെയ്യും, ഒപ്പിടും. അതെ, അല്ലല്ല, ഒപ്പിടാനുള്ള സീൽ അവിടെ കൊടുത്തൊക്കെയാണ്. അവിടെ നിന്ന് ഒപ്പിട്ടിട്ട് ഇവിടെ വരും, കണ്ടോളണം. ആ ഒരു രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രം ഇതുവരും തട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ സുധാകരൻ്റെ കാര്യം എടുത്താലും ശരി തന്നെയാണ്, ശ്രീ രാധാകൃഷ്ണൻ്റെ കാര്യം എടുത്താലും ശരിയാണ്, അവരെല്ലാവരുടെയും, നമ്മുടെ VS ശിവകുമാറിൻ്റെ കാര്യം എടുത്താലും ശരി തന്നെ, എല്ലാ ദേവസ്വം മന്ത്രിമാരുടെയും. പക്ഷേ G സുധാകരൻ മിനിസ്റ്റർ ഒരു രൂപ പോലും അവിടെ നിന്ന് കട്ടാളല്ല. അല്ല, അയാൾ കട്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ദേവസ്വം ബോർഡ് മന്ത്രി ആയി കഴിഞ്ഞാൽ മതി, അയാൾ തീർന്നു, മന്ത്രിയായി തീർന്നു. അനി ആരെന്ന് പറഞ്ഞാലും ശരിയല്ല. പലരും ചോദിച്ചു, കാർത്തികൻ സാർ പോലും പദവിയിൽ ഇരുന്ന് മരിക്കേണ്ടി വന്നു. കാർത്തിക സാറിന് ഇങ്ങനെ ഒരു അലിഗേഷൻ ഉള്ള ഒരാളൊന്നുമല്ല. ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ വെള്ളപ്പിള്ളമാർ പോലും അവിടെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അത് തീരും. നമുക്ക് നോക്കാം, എന്തായാലും ഭക്തരുടെ ഭാഗത്ത് നിന്ന് ഇടപെടലുകൾ ഉണ്ടാവട്ടെ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വാസവനാണ് ഈ മന്ത്രിസഭയിൽ. റിയാസ് മരുമോൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശക്തിയുള്ള ഒരു മന്ത്രിയായിരുന്നു വാസവൻ ഇപ്പോൾ തന്നെത്താനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടിക്കൊണ്ട് നടക്കുന്നതാണ് കാഴ്ചയുടെ നമ്മൾ കാണുന്നത്. നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.